സോണി 7M4 ഉപയോഗിക്കുന്ന കസ്റ്റമർ പലപ്പോഴും 7R5 അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നൊരു സംശയം വെച്ചാൽ ഈ ക്യാമറ ലോ ലൈറ്റ് പെർഫോമൻസിൽ പ്രശ്നം ഉണ്ടാക്കുമോ, എനിക്ക് ഗ്രെയിൻസ് ഉണ്ടാക്കുമോ, അതുപോലെ തന്നെ ഇത് വീഡിയോയ്ക്ക് എത്രത്തോളം ശരി, അതൊരു സ്റ്റിൽ ക്യാമറ അല്ലേ, 7M4 ആകുമ്പോൾ രണ്ടിനും ഉപയോഗിക്കാൻ പറ്റില്ലേ. നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 7M4ഉം 7R5 നോക്കുമ്പോൾ 7R5ൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം 7M4നേക്കാൾ കുറേ കൂടെ ആക്യുറേറ്റ് ആണ്. മാത്രമല്ല അതിന് AI ബേസ്ഡ് പ്രോസസ്സറാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ബോണ്ട് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റം കൂടെ ഉള്ളത് കൊണ്ട് മൂവ്മെൻറ്റ് അനുസരിച്ച് ഫോക്കസ് ചെയ്യാനായിട്ട് 7R5 പറ്റും. ഈ ഓപ്ഷൻ 7M4 അവൈലബിൾ അല്ല. പിന്നെ 7R5 ഷട്ടർ കംപ്ലയിൻറ്റ് ഒരു രീതിയിലും വരുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഷട്ടർ മെക്കാനിസമാണ്. എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്താലും അതിനകത്ത് ഷട്ടറിന് പ്രശ്നം വരുന്നത് വളരെ കുറവാണ്. റയറും അല്ല, റയറസ്റ്റ് എന്ന് പറയാവുന്ന അത്രയും കുറവാണ്. പിന്നെ ഈ ക്യാമറയിലെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളത്, ഇതിനകത്ത് 8K വരെ വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ 61 മെഗാ പിക്സൽ ക്യാമറ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഒരു ഫിൽ ലൈറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു ഫിൽ ലൈറ്റ് കൊടുക്കുവാണെങ്കിൽ 7M4നേക്കാൾ ഇരട്ടി ക്വാളിറ്റിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ് 7R5. പിന്നെ സോണിയുടെ ലൈനപ്പിൻ്റെ ലെൻസിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. എന്ത് ആവശ്യത്തിനും സോണിക്കിപ്പോൾ സോണിയുടെ തന്നെ ലെൻസുകൾ അവരുടെ എക്കോ സിസ്റ്റത്തിനകത്ത് സ്യൂട്ടബിൾ ആവുന്ന എല്ലാ ലെൻസുകളും 7M4 ആണെങ്കിലും 7R5 ഈ മോഡലിൽ എല്ലാ ലെൻസുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. കൂടാതെ നാനോ പ്രൈം, ഇപ്പോൾ സൈസിൻ്റെ നാനോ പ്രൈം ഈ മോഡലിൽ അവൈലബിൾ ആണ്.